എൻ്റെ മോൾ ആദ്യമായിട്ടാട്ടോ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നു. അപ്പോൾ അവൾക്ക് പോകാനായിട്ട് കുഞ്ഞ് ബാഗിലാന്ന് പറഞ്ഞപ്പോൾ ബാഗൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അവൾക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് സ്നാക്സും വീട്ടിലേക്കുള്ള സ്നാക്സൊക്കെ വാങ്ങിച്ചു. ഒപ്പം 2 കിൻഡർ ജോയും വാങ്ങിച്ചു കേട്ടോ. ഞാൻ ഈ കിൻഡർ ജോയ് അവർക്ക് ഒഴിവാക്കിയതായിരുന്നു. പിന്നെ വേണമെന്ന് വാശി പിടിച്ചപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ്. അതിനകത്ത് കിട്ടിയ ടോയ്സൊക്കെ എനിക്ക് കാണിച്ചു തരിക കേട്ടോ. ഞാൻ അവൾ പോണതിൻ്റെ തലേന്ന് തന്നെ ബാഗ് സെറ്റ് ചെയ്തു. പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ അവൾ വീണ്ടും എന്നോട് ചോദിച്ചു, അമ്മ ബാഗിനകത്ത് സ്നാക്സ് ആക്കിയോ വാട്ടർ ആക്കിയോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര ടെൻഷനാണ്. നമ്മളും അങ്ങനെയാണല്ലോ, ടൂറൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് അല്ലേ. പിന്നെ അവളുടെ മുന്നിൽ തന്നെ എല്ലാം ഓപ്പൺ ചെയ്ത് ഒന്നുകൂടെ കാണിച്ചു കൊടുത്തപ്പോഴാട്ടോ അവർക്ക് തൃപ്തിയായത്. അതിനകത്ത് ഒരു ജോഡി ഡ്രസ്സ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അവരെന്തെങ്കിലും വൊമിറ്റ് ചെയ്താലും മാറ്റാനായിട്ട് ഡ്രസ്സ് വേണമല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ അതെല്ലാം വെച്ച് സെറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ യൂണിഫോം ഇടിയിച്ചു. സ്കൂൾ ടൂർ ആയതുകൊണ്ട് യൂണിഫോമും ടാഗും മസ്റ്റായിരുന്നു. ഷൂസ് നിർബന്ധമില്ല എന്ന് പറഞ്ഞു. അപ്പം സാധാ ചപ്പൽ ഇടിയിച്ചിട്ടാട്ടോ വിടുന്നത്. അങ്ങനെ യൂണിഫോമൊക്കെ ഇടിയിച്ച് മേക്കപ്പൊക്കെ ചെയ്തു. പൊട്ട് തൊടാൻ നേരം ഞാൻ തന്നെ തൊടാമെന്നൊക്കെ പറഞ്ഞ് അവിടെ സെൽഫായിട്ട് മേക്കപ്പൊക്കെ ചെയ്യുന്നുണ്ട്. മോനും എക്സാം ആയതുകൊണ്ട് അവനും സൈഡിൽ നിന്ന് റെഡി ആവുന്നുണ്ട് കേട്ടോ. മുടി കെട്ടിത്തരാൻ വായോ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട മേമ കെട്ടിത്തരുമെന്ന് പറഞ്ഞാൽ അവളുടെ അടുത്ത് പോയി. അതെൻ്റെ സിസ്റ്റർ ആട്ടോ. അവൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുക, 60 days ആയിട്ടുള്ള മോന്. അപ്പം ഇവരുടെ രാവിലത്തെ ഒച്ചപ്പാടും ബഹളവും കാരണം അവൻ എഴുന്നേറ്റ് അങ്ങനെ കിടക്കുന്നുണ്ട്. കരയാത്തോണ്ട് ഭാഗ്യം. അവൻ ഞാൻ അധികം വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ അമ്മ ഫുഡൊക്കെ കൊടുത്ത് അവളെ പുറത്തിറക്കി റെഡിയാക്കി സെറ്റായി നിന്നു. മോന് സൈഡിൽ നിന്ന് അമ്മ ഫുഡ് വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരും സാധാരണ ഓട്ടോയിലാണ് പോകുന്നത്. അപ്പം ഞാനിന്നിപ്പോൾ അവൾക്ക് നേരത്തെ പോകുന്നതുകൊണ്ട് ഞാൻ ബൈക്കിൽ കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു. മോൻ ആസ് യൂഷ്വൽ ഓട്ടോയിൽ തന്നെയാട്ടോ പോകുന്നത്. അങ്ങനെ അവളെ റെഡിയാക്കി ഇറക്കി യാത്ര പറഞ്ഞ് അവളിറങ്ങി. ഞാൻ കൊണ്ടുവിടുന്നത് ബൈക്കിലാട്ടോ. എൻ്റെ ഫ്രണ്ടും അവളുടെ മോനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ എൻ്റെ സ്കൂട്ടിയിലാണ് പോകുന്നത്. അടുത്തായതുകൊണ്ട് ഞാൻ ഹെൽമെറ്റ് ഇടാതെ കേട്ടോ പോകുന്നത്. പിന്നെ അതുമല്ല ഹെൽമെറ്റ് ഇട്ടപ്പോൾ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുന്ന ഒരു ഫീലായപ്പോൾ ഞാനത് അയച്ചു വെച്ചത് കേട്ടോ. അങ്ങനെ സ്കൂളെത്തി കുട്ടികളെ ഹാൻഡ് ഓവർ ചെയ്തു ടീച്ചർക്ക്. അതിനുശേഷം അവർ 2 ബസ്സിലായിട്ടാട്ടോ പോകുന്നത്. ഇവരുടെ ക്ലാസ്സസ് ഡിവിഷനൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്ത് 2 ബസ്സിലാക്കി കയറ്റി. മോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ. അവൾ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പേടി ടൈപ്പാണ്. അപ്പോൾ എനിക്ക് പോയിട്ട് എങ്ങനെയാണ് ഇവൾ സെറ്റാവും, ആദ്യത്തെ ടൂറാണല്ലോ. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ എപ്പോഴും അങ്ങനെ പേടിച്ചിരുന്ന കാര്യം നടക്കില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ടൂർ വിട്ടതാട്ടോ. പിന്നെ ടീച്ചർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ ആ ധൈര്യത്തിൽ അവരങ്ങനെ യാത്രയാക്കി. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ അടുത്തുള്ളൊരു കഫേയിൽ കയറി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായയും സ്നാക്സൊക്കെ ഓർഡർ ചെയ്ത് അവിടെ നിന്ന് കഴിച്ചു. അപ്പോൾ നല്ലൊരു വ്യൂ കിട്ടിയിട്ടോ. കാരണം രാവിലത്തെ ആ സൺസെറ്റ് നല്ലൊരു ചൂടില്ലാത്തൊരു സൺസെറ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ഇളം വെയിലിൽ തന്നെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് കുശലം പറഞ്ഞിരുന്നു. പിന്നെ ഇടയ്ക്ക് ടീച്ചേഴ്സ് അതിൻ്റെ കുട്ടികളുടെ വീഡിയോസും ഫോട്ടോസൊക്കെ അയച്ചു തരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഇല്ലാതെ പോയി. ഭയങ്കര സമാധാനത്തോടെ ഉണ്ടായിരുന്നു. കാരണം ഭയങ്കര നമുക്കാണ് ടെൻഷൻ, അവർക്കൊരു പ്രശ്നമില്ല. അവരടിച്ച് പൊളിച്ച് ചില്ലാണ്, കൂളാണ്, ഭയങ്കര വൈബായിട്ട് അവരവിടെ നിന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുഞ്ഞിലെ സ്കൂളിൽ ടൂർ പോയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ അവർ 5:30 ആകുമ്പോൾ തിരിച്ച് സ്കൂളിലെത്തി. സ്കൂളിൽ പോയി ഞങ്ങൾ പിക്ക് ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.